അടുത്തതായിട്ട് ഉപരാഷ്ട്രപതിയുടെ ചുമതലകളാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുക, രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക തുടങ്ങിയവയാണ്. പിന്നെ മന്ത്രിസഭ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത്. മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളും പദവിയും ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓരോരുത്തരുടെയും പ്രവർത്തന പരിചയവും രാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുത്താണ് ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി തുടങ്ങിയ പദവികൾ തീരുമാനിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നോ ഘടകകക്ഷിയിൽ നിന്നോ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെൻറ്റ് അംഗങ്ങളായിരിക്കണം. പാർലമെൻറ്റ് അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം. പിന്നെ മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത്. ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ രാജിവെക്കണം. പാർലമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ മന്ത്രിസഭ പാർലമെൻറ്റിനു വേണ്ടി കൂട്ടായ്മയോടെ ഭരണം നടത്തുന്നു. ഉത്തരവാദിത്വം എന്നത് മന്ത്രിസഭയുടെ ഐക്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഒരു മന്ത്രിക്ക് എതിരെയുള്ള അവിശ്വാസം മന്ത്രിസഭയുടെ തന്നെ രാജിയിലേക്ക് നയിക്കും. ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീരുമാനം എന്തായാലും അദ്ദേഹം നിർബന്ധമായും അത് അംഗീകരിക്കുകയോ രാജി വയ്ക്കുകയോ വേണം. കൂട്ടുത്തരവാദിത്വം നിലനിൽക്കുമ്പോൾ മന്ത്രിസഭയുടെ ഏതൊരു നയവും പിന്തുടരാൻ എല്ലാ മന്ത്രിമാരും ബാധ്യസ്ഥരാണ്. പിന്നെ മന്ത്രിസഭയുടെ ചുമതലകളാണ് അടുത്തായിട്ട്. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക, രാജ്യഭരണം നിർവഹിക്കുക, ദേശനയവും വിദേശ നയവും രൂപീകരിക്കുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ്. പിന്നെ മന്ത്രിസഭയുടെ വലുപ്പം. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി 2003. അടുത്ത 91-ാം ഭേദഗതിയിലൂടെ കേന്ദ്രത്തിലേക്കും സംസ്ഥാനങ്ങളിലേക്കും മന്ത്രിമാർക്ക് നിശ്ചയിച്ച പരിധിയാണ്. കേന്ദ്രത്തിൽ ലോകസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% കൂടരുത്. സംസ്ഥാനത്തിൽ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടരുത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല. 2013-ലെ 91-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിനു മുമ്പ് മന്ത്രിസഭയുടെ വലുപ്പം നിശ്ചയിച്ചിരുന്നത് അതാത് കാലത്ത് അടിയന്തര സ്ഥിതിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കണക്കിലെടുത്താണ്. ഇത് കാരണം നേരിട്ട പ്രതിസന്ധികളാണ്. അടുത്തായിട്ട് വളരെ വലുപ്പമുള്ള മന്ത്രിസഭയുടെ രൂപീകരണം. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന പ്രവണത തുടങ്ങിയവയാണ്. പിന്നെ അടുത്ത പ്രധാനമന്ത്രി. ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ഗവൺമെൻറ്റിൽ ഉന്നതമായ സ്ഥാനം ആണുള്ളത്. പ്രധാനമന്ത്രി ഇല്ലാതെ മന്ത്രിസഭ നിലനിൽക്കില്ല. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിന് ശേഷമാണ് മന്ത്രിസഭ നിലവിൽ വരുന്നത്. ലോക്സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവാണ് പ്രധാനമന്ത്രി. പാർലമെൻ്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ലോക്സഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കണം. ലോക്സഭയുടെ ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടുന്നു. ഒരു കക്ഷിക്കും ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ വിവിധ കക്ഷികൾ ചേർന്ന് മുന്നണി രൂപീകരിച്ച് സഭയിൽ ഭൂരിപക്ഷം നേടുന്നു. അത്തരം സാഹചര്യത്തിൽ മുന്നണിക്ക് ഏറ്റവും സ്വീകാര്യനായ നേതാവിനെയാണ് പ്രധാനമന്ത്രി ആകുന്നത്. ഔപചാരികമായി ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന വ്യക്തിയെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായി നിയമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മരണമോ രാജിയോ സ്വാഭാവികമായും മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കുന്നു. അതേസമയം ഒരു മന്ത്രിയുടെ പുറത്താക്കലോ രാജിയോ ആ മന്ത്രിയുടെ ഒഴിവ് മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി. ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മന്ത്രിസഭയുടെ ഭരണ സംബന്ധമായ തീരുമാനങ്ങൾ, നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ രാഷ്ട്രപതിയെ അറിയിക്കുവാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രധാനമന്ത്രിയിലാണ്. പിന്നെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളാണ് അടുത്തതായിട്ട്. ഗവൺമെൻറ്റിൻ്റെ സുപ്രധാന തീരുമാനങ്ങളിലും നയ രൂപീകരണത്തിനുമുള്ള പ്രധാന പങ്ക്. മന്ത്രിസഭയുടെ മേലുള്ള നിയന്ത്രണം, ലോക്സഭയിലെ നേതൃത്വം, ബ്യൂറോക്രസിയുടെ പോലുള്ള ആജ്ഞാശക്തി, മാധ്യമ സ്വാധീനം, തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന വ്യക്തി വൈശിഷ്ട്യങ്ങൾ, അന്തർദേശീയ ഉച്ചകോടികളിലും വിദേശ പര്യടനങ്ങളിലും
ഉണ്ടാകുന്ന ദേശീയ നേതാവ് എന്ന പ്രതിച്ഛായ തുടങ്ങിയവയാണ്. പിന്നെ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. മന്ത്രിസഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുകയും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു തുടങ്ങിയവയാണ്. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും അതിൻ്റെ യഥാർത്ഥ പ്രയോഗവും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. പിന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിക്ക് നിന്നുമാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തമായിരിക്കും. എന്നാൽ മുന്നണി ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നാൽ സ്ഥിതി വ്യത്യസ്തമാകും. 1989 മുതൽ ഇന്ത്യയിൽ വിവിധ മുന്നണി സർക്കാരുകൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഗവൺമെൻറ്റുകളിൽ പലതും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മുന്നണി ഗവൺമെൻറ്റുകൾ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് പ്രവർത്തനത്തെ ബാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കുള്ള വിവേചനാധികാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. മുന്നണി രാഷ്ട്രീയം രാഷ്ട്രീയ പങ്കാളികൾ തമ്മിൽ കൂടുതൽ ചർച്ചകൾ അനിവാര്യമാക്കി തീർക്കുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ അധികാര ചോർച്ചയിലേക്ക് നയിക്കുന്നു. മന്ത്രിമാരെ നിശ്ചയിക്കുക, അവരുടെ പദവിയും വകുപ്പുകളും തീരുമാനിക്കുക തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ വിശേഷ അധികാരങ്ങളുടെ മേൽ മുന്നണി രാഷ്ട്രീയം നിയന്ത്രണം കൊണ്ടുവരുന്നു. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പരിപാടികളും പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയാതെ വരുന്നു. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് മുമ്പോ തിരഞ്ഞെടുപ്പിന് ശേഷമോ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതിനായി മുന്നണികൾ ഉണ്ടാക്കി. ഇവർ നിരന്തരമായ ചർച്ചകളും ഒത്തുതീർപ്പുകൾക്കും ശേഷമാണ് നയങ്ങൾ രൂപീകരിക്കുന്നത്. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നതിനേക്കാൾ ഒരു മധ്യസ്ഥൻ എന്ന നിലയിലാണ് പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. പിന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമാണ്. സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയെ പോലെ മുഖ്യമന്ത്രി നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവാണെങ്കിലും സംസ്ഥാന ഗവർണർക്ക് കൂടുതൽ വിവേചനാധികാരങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത സ്ഥിര എക്സിക്യൂട്ടീവ് ബ്യൂറോക്രസി. ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഘടകത്തിൽ പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾപ്പെടുന്നു. ഭരണകാര്യങ്ങളിൽ വൈദഗ്ധ്യവും പരിശീലനവും നേടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം ഉദ്യോഗസ്ഥർ നയങ്ങൾ രൂപീകരിക്കുന്നതിലും അവ നടപ്പാക്കുന്നതിലും മന്ത്രിമാരെ സഹായിക്കുന്നു. ജനാധിപത്യത്തിൽ ഭരണത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നിയന്ത്രണവും മേൽനോട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്കുമായിരിക്കും. പാർലമെൻ്ററി വ്യവസ്ഥിതികൾ നിയമനിർമ്മാണ വിഭാഗം ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നുണ്ട്. നിയമനിർമ്മാണ വിഭാഗം സ്വീകരിക്കുന്ന നയങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിക്കാൻ പാടില്ല. ഭരണ സംവിധാനത്തിനു മേൽ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തുക എന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ ഇന്ത്യ കാര്യക്ഷമതയുള്ള ഒരു ഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. നയപരമായ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രീയ ചായ്വുകൾ പ്രകടിപ്പിക്കുകയില്ല. പിന്നെ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പരാജയപ്പെടുകയും പുതിയ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് പകരം പുതിയ നയങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിൽ സാധ്യമാണ്. അത്തരം സാഹചര്യത്തിൽ നയരൂപീകരണത്തിലും അവ നടപ്പാക്കുന്നതിലും വിശ്വസ്തയോടും കാര്യക്ഷമമായും പ്രവർത്തിക്കുക എന്നത് ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അഖിലേന്ത്യാ സർവീസുകൾ, സംസ്ഥാന സർവീസുകൾ, പ്രാദേശിക ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുക, സാങ്കേതിക മാനേജരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉൾപ്പെടുന്നു. സിവിൽ സർവീസിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വത്തെയും കണക്കിലെടുത്ത് അതിനെ 3 ഭാഗങ്ങളായി തരംതിരിക്കാവുന്നതാണ്. 1. അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആവശ്യത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ നിയമിതരാകുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. പിന്നെ കേന്ദ്ര സർവീസ്. യൂണിയൻ്റെ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് കേന്ദ്ര സർവീസിനായി അറിയപ്പെടുന്നത്. പിന്നെ കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. പിന്നെ അടുത്തത് സംസ്ഥാന സർവീസാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗമാണ് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസുകളുടെ വർഗീകരണമാണ് അടുത്തത്. അഖിലേന്ത്യാ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. പിന്നെ കേന്ദ്ര സർവീസുകളാണ് അടുത്തതായിട്ട് ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. പിന്നെ സംസ്ഥാന സർവീസുകളിൽ സെയിൽ ടാക്സ് സർവീസാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്.
പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളൂ. യോഗ്യതയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. എന്നിരുന്നാലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൊതു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനുള്ള അവസരവും ഭരണഘടന ഉറപ്പു നൽകുന്നു. ഈ ഉദ്ദേശത്തോടെ ദളിതർക്കും ആദിവാസികൾക്കും ഭരണഘടന തൊഴിൽ സംവരണം ഉറപ്പു നൽകുന്നു. പിൽക്കാലത്ത് സ്ത്രീകൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണത്തിന് വ്യവസ്ഥ ചെയ്യുകയുണ്ടായി. ഈ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഒപ്പം തന്നെ സിവിൽ സർവീസിലേക്കുള്ള നിയമനത്തിൽ സാമൂഹിക അസമത്വങ്ങൾ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ഏതാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ. അടുത്തതായിട്ട് ജില്ലാ തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറാണ്. കളക്ടർ സാധാരണയായി ഒരു IAS ഓഫീസർ ആയിരുന്നു. ഒരു പ്രത്യേക സംസ്ഥാനത്ത് നിയമിതനാകുന്ന ഒരു IAS അല്ലെങ്കിൽ IPS ഓഫീസർ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. IAS IPS ഓഫീസർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവർക്ക് കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ. സംസ്ഥാനങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. UPSC നിയമിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരെ കൂടാതെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് സംസ്ഥാന ഭരണ നിർവഹണം നടത്തുന്നത്. ഈ സവിശേഷത സംസ്ഥാനങ്ങളുടെ ഭരണത്തിനുമേൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിച്ചേരാനുള്ള ഉപകരണമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി അടുത്തായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വിമർശനങ്ങളാണ്. മിക്കപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥനെ സമീപിക്കാൻ ആളുകൾ ഭയപ്പെടുന്നു. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളോടും പ്രതീക്ഷകളോടും അനുകൂലമല്ലാത്ത പ്രതികരണമാണ് ഉദ്യോഗസ്ഥ വൃന്ദം സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് പൊതുവായ അനുഭവം. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ ചില പ്രശ്നങ്ങളെങ്കിലും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. അതേസമയം തന്നെ അമിതമായ രാഷ്ട്രീയ ഇടപെടൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ രാഷ്ട്രീയക്കാരുടെ കൈകളിലെ ഉപകരണമായി മാറുകയും ചെയ്യുന്നു. ഭരണഘടന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ നിയമത്തിനു വേണ്ടി ഒരു സ്വതന്ത്ര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരെ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ രാഷ്ട്രീയ ഇടപെടലിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു വ്യവസ്ഥയും ഇല്ല എന്ന് ധാരാളം ആളുകൾ ചിന്തിക്കുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൗരന്മാരോടുള്ള ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വകുപ്പുകളില്ല എന്ന തോന്നലും നിലനിൽക്കുന്നു. വിവരാവകാശം പോലുള്ള നടപടികൾ ചെറിയ ഒരളവ് വരെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചുമതല ബോധമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരുമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭയുടെ ആവശ്യങ്ങളാണ് അടുത്തതായിട്ട്. നിയമനിർമ്മാണ സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് നിയമനിർമ്മാണം. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെയും സ്ഥിരകേന്ദ്രമാണ് നിയമനിർമ്മാണ സഭകൾ. സഭ ബഹിഷ്കരിക്കൽ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ, ഐക്യപ്പെടലുകൾ, സഹകരണങ്ങൾ എന്നിവയൊക്കെ സഭയുടെ പ്രവർത്തനത്തിൽ മിക്കപ്പോഴും ദൃശ്യമാണ്. കാര്യക്ഷമവും ഫലപ്രദവും പ്രാതിനിധ്യ സ്വഭാവവുമുള്ള നിയമനിർമ്മാണ സഭകൾ ഒരു ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് തീർച്ചയായും അനിവാര്യമാണ്. ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിന് നിയമനിർമ്മാണ സഭകൾക്ക് വലിയ പങ്കുണ്ട്. മിക്കവാറും ജനാധിപത്യ രാജ്യങ്ങളിൽ കേന്ദ്രസ്ഥാനം നിയമനിർമ്മാണ സഭയിൽ നിന്നും കാര്യനിർവഹണ വിഭാഗങ്ങളിലേക്ക് വഴിമാറുന്നതായി കാണാം. നയങ്ങൾ രൂപീകരിക്കുന്നതിനും ഭരണത്തിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതും ക്യാബിനറ്റാണ്. എത്ര ശക്തമായ ക്യാബിനറ്റ് ആണെങ്കിലും പോലും അതിൽ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം അനിവാര്യമാണ്. എത്ര ശക്തനായ നേതാവാണെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കുകയോ അവിടെ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ തരത്തിൽ മറുപടി നൽകേണ്ടതായും വരും. ഏറ്റവും ജനാധിപത്യപരവും തുറന്നതുമായ സംവാദങ്ങളുടെ മികച്ച വേദികളിൽ ഒന്നായി പാർലമെൻറ്റ് കരുതപ്പെടുന്നു. ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുവാനും പിരിച്ചുവിടുവാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്.
ഇന്ത്യയുടെ പാർലമെൻറ്റാണ് അടുത്തതായിട്ട്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാന നിയമസഭ. പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മമാണ് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിന് 2 സഭകളാണുള്ളത്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയെ വിളിക്കുന്നത് വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 സഭകൾ രാജ്യസഭയും ലോകസഭയും. രാജ്യസഭ അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ്. ലോകസഭ അറിയപ്പെടുന്നത് ജനങ്ങളുടെ സഭ എന്നാണ്, ഹൗസ് ഓഫ് പീപ്പിൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധിക്കുവാനുള്ള അവസരം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു സഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മറ്റു സഭയിലേക്കും അംഗീകാരത്തിനായി അയക്കുന്നു. ഇതിനാൽ ഓരോ ബില്ലും നയവും 2 പ്രാവശ്യം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ്. ഒരു സഭ തിരക്കിട്ട് തീരുമാനമെടുത്താൽ പോലും ആ തീരുമാനം അടുത്ത സഭയിൽ പുനഃപരിശോധിക്കാൻ കഴിയുന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് വനിതാ സംവരണ ബിൽ. അടുത്ത രാജ്യസഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ്. അടുത്തതായി രാജ്യസഭയാണ്. രാജ്യസഭാ ഹാളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 അംഗങ്ങൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരസഭ. പിന്നെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. പിന്നെ അടുത്തത് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗബലം 245 ആണ്. പിന്നെ പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പിന്നെ 2 തത്വങ്ങൾ. രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട 2 തത്വങ്ങളാണ്. ഒന്നാമത്തെ, ഒരു രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കും അതിൻ്റെ വലുപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നു. ഇതിനെ തുലിത പ്രാതിനിധ്യം എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തത്, സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ അനുപാതികമായി 2ാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു. ഇതുപ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ 2ാമത്തെ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. പിന്നെ അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ തുല്യ പ്രാതിനിധ്യമാണുള്ളത്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ സംസ്ഥാനങ്ങൾക്ക് തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നു. ഇന്ത്യയിൽ ജനസംഖ്യാനുപാതികമായാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം നൽകുന്നത്. ഓരോ സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം ഭരണഘടനയുടെ 4ാം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിനിധികളേക്കാൾ കൂടുതൽ പ്രതിനിധികളെ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഗോവ, സിക്കിം, ത്രിപുര തുടങ്ങിയ രാജ്യങ്ങളിലാണ്. പിന്നെ രാജ്യസഭയിലെ അംഗങ്ങളെ 6 വർഷം കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആണ്. പിന്നെ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം തുടങ്ങിയവയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്തല്ല. ഓരോ 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് മൂന്നിൽ ഒന്ന് അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അടുത്തൊരു സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തർപ്രദേശ് 31 ആണ്. മഹാരാഷ്ട്രയിൽ 19 ആണ്. തമിഴ്നാട് 18, ബീഹാർ 16, പശ്ചിമ ബംഗാൾ 14 ആണ്. കർണാടക 12, ആന്ധ്രാപ്രദേശ് 11 ആണ്. ഗുജറാത്ത് 11 ആണ്. മധ്യപ്രദേശ് 11 ആണ്. ഒഡീഷ 10, രാജസ്ഥാൻ 10 ആണ്. പിന്നെ അടുത്ത സംസ്ഥാനങ്ങൾ. അടുത്തത് കേരള 9 ആണ്. പഞ്ചാബ് 7, ആസാം 7, തെലങ്കാന 7, ജാർഖണ്ഡ് 6, ഛത്തീസ്ഗഡ് 5, ഹരിയാന 5, ഹിമാചൽ പ്രദേശ് 3, ഉത്തരാഖണ്ഡ് 3, അരുണാചൽ പ്രദേശ് 1, മണിപ്പൂർ 1, പിന്നെ മേഘാലയ 1, മിസോറാം 1, നാഗാലാൻഡ് 1,
ഗോവ 1, സിക്കിം 1, ത്രിപുര 1. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ 4. പിന്നെ ലഡാക്കിന് പ്രാതിനിധ്യമില്ല. പിന്നെ ഡൽഹിക്ക് 3 സീറ്റുകളാണുള്ളത്. പുതുച്ചേരിക്ക് 1 സീറ്റാണ് ഉള്ളത്. ഈ കാരണത്താൽ രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാറില്ല. അതിനാൽ ഇതിനെ പാർലമെൻറ്റിൻ്റെ സ്ഥിരസഭ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും രാജ്യസഭ വിളിച്ചുകൂട്ടാനും അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഇതുമൂലം സാധിക്കുന്നു. പിന്നെ അഡീഷണൽ ഇൻഫോ ആണ് അടുത്ത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളികളാണ് സർദാർ കെ. എം. പണിക്കർ, ജി. രാമചന്ദ്രൻ, ജി. ശങ്കർകുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, സുരേഷ് ഗോപി, പി. ടി. ഉഷ തുടങ്ങിയവരാണ്. ഇതിനടുത്ത് ലോക്സഭയാണ് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭയാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം 25 വയസ്സാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. ലോകസഭയുടെ നിലവിലെ അംഗസംഖ്യ 543 ആണ്. ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 543 ആണ്. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 2 ആണ്. പിന്നെ ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റാണ്. ലോക്സഭ പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. അടുത്തത് ലോക്സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണുള്ളത്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന 5 വർഷമാണ് കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി രാജ്യത്തെ ഏകദേശം തുല്യ ജനസംഖ്യാ അനുപാതത്തിലുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഓരോ വ്യക്തിയുടെയും വോട്ടിൻ്റെ മൂല്യം തുല്യമായിരിക്കും. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കോ കൂട്ടുകക്ഷി മുന്നണികൾക്കോ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഗവൺമെൻറ് രൂപം കൊടുക്കാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉപദേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലാവധിക്ക് മുമ്പ് ലോക്സഭ പിരിച്ചുവിടാൻ കഴിയുന്നതാണ്. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണ്. സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ് സീറ്റുകൾ 80, മഹാരാഷ്ട്ര 48, പശ്ചിമബംഗാൾ 42, ബീഹാർ 40, തമിഴ്നാട് 39, മധ്യപ്രദേശ് 29, കർണാടക 28, ഗുജറാത്ത് 26, ആന്ധ്രാപ്രദേശ് 25, രാജസ്ഥാൻ 25, ഒഡീഷ 21, കേരളം 20, തെലങ്കാന 17, അസം 14, ജാർഖണ്ഡ് 14, പഞ്ചാബ് 13, ഛത്തീസ്ഗഡ് 11, ഹരിയാന 10, ഉത്തരാഖണ്ഡ് 5, ഹിമാചൽ പ്രദേശ് 4, ഗോവ 2, അരുണാചൽ പ്രദേശ് 2, മണിപ്പൂർ 2, മേഘാലയ 2, ത്രിപുര 2, മിസോറാം 1, നാഗാലാൻഡ് 1, സിക്കിം 1. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ: ഡൽഹി 7, ജമ്മു ആൻഡ് കാശ്മീർ 5, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആൻഡ് ലഡാക്ക്, ദാമൻ ദിയു 2, ലഡാക്ക് 1, പുതുച്ചേരി 1, ആൻഡമാൻ ആൻഡ് നിക്കോബാർ 1, ചണ്ഡീഗഡ് 1, ലക്ഷദ്വീപ് 1.